നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കോലം കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ലുക്ക് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് വെക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളത് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ല വാ എന്താ സൂപ്പർ കിടു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ഏത് സമയത്താണ് ആ ഫോട്ടോ നമുക്ക് ഭയങ്കര സൂപ്പറാണ്. മീൻസ് ഈ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഫോട്ടോ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്തോന്നാണ് ഇത് ചിന്തിച്ചിട്ടില്ലേ? നീ ചിന്തിച്ചിട്ടില്ല അങ്ങനെ? എനിക്കങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട് അല്ലെ? ഇപ്പം തൊട്ടുള്ള കാലം. അതെയോ? അതിപ്പോ ഇങ്ങനെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് കുറച്ചൊരു വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേന് ഇവള് പറയും പണ്ടായിരുന്നു. ഞങ്ങളുടെ പഴയ കോളേജ് കാലഘട്ടത്തിൽ ഞങ്ങൾ പഠിച്ചപ്പം തൊട്ട് ഒരുമിച്ചെടുത്ത ഫോട്ടോസ് തൊട്ട് ഇന്ന് വരെയുള്ള, അതായത് ഇപ്പോൾ വരെയുള്ള ഫോട്ടോസിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ, എന്തൊക്കെയാണ് സംഭവങ്ങൾ, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലെ. അന്ന് ആ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേന് എന്താ അടിപൊളി കിടിലുക്ക്. ഞാൻ ഫേസ്ബുക്കിലൊക്കെ അന്ന് പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നീ ചെയ്തിട്ടില്ലേ? സ്റ്റാറ്റസ് ഇടുന്നു. മെയിൻ സാധനമായിരുന്നു അല്ലേ. അപ്പൊ അതെടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് അന്ന് സാധനം തീയായിരുന്നു. ഇന്നത് നോക്കുമ്പോഴത്തേന് ഞാൻ ഇന്നലെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെയായിരുന്നു നമ്മുടെ അതേ അവസ്ഥ തന്നെയാണ്. അപ്പൊ നമുക്ക് ഓരോരോ ഫോട്ടോസ് ആയിട്ട് നോക്കിയാലോ. ഫസ്റ്റ് ഫോട്ടോ ഞാൻ നിന്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പഴയ ഫോട്ടോസൊക്കെ ഇന്നലെ ഞാൻ രാത്രി ഇരുന്ന് ചകഞ്ഞെടുത്ത് എല്ലാം നോക്കി അതിനകത്ത് ഏറ്റവും മോശപ്പെട്ട് എന്നാൽ അന്ന് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫോട്ടോ ഇതാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത്. അത് നമുക്ക് സ്ക്രീനിൽ ഇവിടെ കാണിക്കാം. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. അതായത് ഇതൊരു ഓണത്തിന് എടുത്ത ഫോട്ടോയാണ്. എന്തോ ഇത് ഏത് ഞങ്ങള് കോളേജിൽ പഠിക്കുമ്പോ അല്ല ഫസ്റ്റ് ഇയർ ഞാൻ സാരി എടുത്തിട്ടില്ല. പക്ഷെ നോക്കിക്കേ എന്റെയൊക്കെ കോലം നോക്കിയേ, എന്നെ കാണുന്ന പോലും ഇല്ല. ഇത് ആരടാ ഇത്? ടിഞ്ചൻ അന്ന് പറയായിരുന്നേ, ഞാൻ കുറച്ച് വെളുത്തിട്ടായതുകൊണ്ട് ടിഞ്ചൻ പറയും നിന്റെ അടുത്ത് തന്നെ ഞാൻ കുറച്ച് ബ്രൈറ്റ് അടിക്കും. എന്നിട്ട് ഏതാണ്ട് അടിച്ചിട്ടില്ല. വെളുപ്പ് ഇവിടെ സൈഡിൽ കൂടെ സൂര്യപ്രകാശം അടിച്ചതായിരിക്കും അത് വഴി. ഈ ഒരു പിക്ക് അന്ന് ഭയങ്കര സംഭവമൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് നോക്കുമ്പോഴത്തേന് ഇത് എന്തോ ഒരു മാതിരി. അന്ന് ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് രക്ഷയില്ലാത്ത അന്നത്തെ സ്റ്റാറ്റസിലെ മെയിൻ സാധനമാണ്. എവിടേക്കോ നാക്ക് വിളിക്കുന്നതിന് മനസ്സിലായി. ഓക്കെ നെക്സ്റ്റ് ഇത് ഏകദേശം തേർഡ് ഇയർ ആയ സമയത്ത്. ഈ സമയത്ത് നമുക്ക് ഇതില്ല കേട്ടോ. അതെ യു ക്യാം എടുത്ത സമയത്തുള്ള ഫോട്ടോയാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ. ഈ സമയത്ത് യു ക്യാം ഇല്ല. ഈ സമയത്ത് യു ക്യാം അതായത് ഒരു 2016 കാലഘട്ടങ്ങളിലൊക്കെ യു ക്യാം ഒക്കെ പതിയെ വന്നു തുടങ്ങിയ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ പിന്നെ ടീഞ്ച വെളുത്തിട്ട് പാറുമായിരുന്നു. എന്നെ അങ്ങനെ തേച്ചൊട്ടിക്കല്ലേ, അങ്ങനെ ഭയങ്കരമായിട്ട് ഇവർ എന്നെ മാനസികമായിട്ട് എന്നെ തളർത്തുന്നു. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സെന്റ് ഓഫിന് എടുത്തൊരു പിക്കാണ്. സെന്റ് ഓഫ് ആ ഒരു ടൈമിൽ എടുത്തൊരു പിക്കാണ്. ഫിന്നായിപ്പോയി പിക്കാണ്. ഈ കോലത്തിലാട്ടോ ടീൻസൺ ആദ്യം കോളേജിൽ വന്നോണ്ടിരുന്നത്. അതായത് ഇൻഷർട്ടൊക്കെ ചെയ്ത് അന്ന് ഞാൻ ഭയങ്കര എക്സിക്യൂട്ടീവ് ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെന്തോ മാരകമായിട്ടുള്ള ലുക്കാന്ന് എന്റെ വിചാരം. പക്ഷെ ഇപ്പം നോക്കുമ്പോഴത്തേന് അവർക്കത് കാണത്തില്ല, നമുക്ക് സ്ക്രീനിൽ കൊടുക്കാം. അത് എന്റെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് വൺ സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും, അതായത് ഇത്ര കവിളൊന്നും ഇല്ല കേട്ടോ, കവിളില്ലായിരുന്നു. പിന്നെ താടി എന്റെ മെയിൻ വീക്ക്നെസ് ആയിരുന്നു കേട്ടോ. താടി എനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ താടി ഞാൻ കറക്റ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. അമ്മൂന് കവിളൊക്കെ കുറച്ച് താഴെ ചാടി. പിന്നെ അതുപോലെ തന്നെ അന്ന് ഇവള് കുറിയൊക്കെ ഭയങ്കരമായിട്ട് തൊടുമായിരുന്നു കേട്ടോ. പിന്നെ മുടിയല്ല ഇങ്ങനെ ചപ്പിച്ച് ഒരു സൈഡിലേക്കൊക്കെ ചെയ്യത്തുള്ളായിരുന്നു കേട്ടോ. പണ്ടത്തെ ഹെയർ സ്റ്റൈൽ അല്ലല്ല, ഇന്ന് കുറച്ചുകൂടെ മാറ്റി. ഇന്നിപ്പോ ഇങ്ങോട്ടൊക്കെ ആക്കി. അല്ലല്ല, ഇന്ന് അത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് തന്നെ ചീവി അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു കേട്ടോ ഇവർക്ക് ആ ഒരു സമയത്ത്. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ ഒരു കോലം തന്നെയാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടം. പിന്നെ അതിനകത്ത് വേറെ മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഫോട്ടോയെക്കാളും അപേക്ഷിച്ച് ഈ ഒരു ഫോട്ടോയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെ അതെ അതെ, ശരിക്കും മെന വന്ന കാലഘട്ടമാണ് ഈ കാണുന്നത്. അതും പറയാൻ പറ്റത്തില്ല, മേ ബി. അടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് ടൈം ഏകദേശം എന്റെ കോളേജ് ലൈഫില് നമുക്ക് ഒരു മാറ്റങ്ങളൊക്കെ വരത്തില്ല, നമുക്ക് ചേഞ്ചസ് ഒക്കെ വരത്തില്ലേ. കോളേജ് ടൈമിൽ മാത്രമല്ല,
നമുക്ക് എല്ലാവർക്കും ഒരു ചേഞ്ചസ് വരുന്ന ഒരു കാലഘട്ടത്തിലെ ഒരു ഫോട്ടോയാണ് ഈ കാണുന്നത്. അപ്പോഴെനിക്ക് അവസാന ടൈം ഈ സമയത്തൊക്കെ ടിൻചൻ എന്നോട് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫോട്ടോയില് ഇവളുടെ അടുത്ത് നിക്കണം എന്ന് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവളുടെ അടുത്ത് വന്ന് നിന്നെടുത്തൊരു രസം, ഒരു സന്തോഷം. അപ്പൊ അന്ന് ഈ ഒരു പിക്ക് പറയുന്നത് ഈ ഒരു പിക്കിൽ കറക്റ്റ് നിനക്ക് കവളൊക്കെ ചാടി ഏകദേശം ഈ ഒരു രൂപത്തിൽ തന്നെ ഉണ്ട്. വലിയ മാറ്റങ്ങളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഈ രൂപം തന്നെയാണ് ഏകദേശം ഒക്കെയാണ്. പിന്നെ തടി വെച്ചിട്ടുണ്ട്, അന്നത്തെക്കാളും ഒരുപാട് തടി വെച്ചിട്ടുണ്ട്. ഞാനും കുറച്ച് വയറൊക്കെ ചാടി തുടങ്ങി. വയറിനെ പറ്റിയിട്ട് അത് കുറച്ച് ചാടി തുടങ്ങിയപ്പോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്ക് ടിൻചൻ വയറൊക്കെ കുറഞ്ഞെന്ന് പറഞ്ഞു. അതിന്റെ ഒക്കെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ഫോട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കോളേജ് കഴിഞ്ഞ് നമ്മള് ഇത് ഞാന് ഒരു പഠിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേന് ഞാൻ ഇവിടെ കണ്ണൂരായിരുന്നപ്പോ ഉള്ള സമയത്ത് ടിൻചൻ എന്നെ കാണാൻ വരും. ആ സമയത്തുള്ള ഫോട്ടോ. ഈ സമയത്ത് ഹെയർ സ്റ്റൈൽ ഒക്കെ മാറ്റി തുടങ്ങി കേട്ടോ. ആദ്യത്തെ ഹെയർ സ്റ്റൈൽ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഭയങ്കര കുറച്ച് പഴഞ്ചൻ അതന്നെ പഴഞ്ചൻ കോലത്തിലുള്ള ഹെയർ സ്റ്റൈൽ ഒക്കെ ഏകദേശം ഇതുപോലെയൊക്കെ ആക്കി തുടങ്ങിയ ഒരു സമയത്തുള്ള, പിന്നെ താടിയൊക്കെ കുറച്ച് ഇങ്ങനെയൊക്കെ ആക്കി തുടങ്ങിയ കാലഘട്ടത്തിലുള്ള ഒരു പിക്കാണ് കേട്ടോ ഇത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തതാണ് സംഭവം ഫുൾ ചേഞ്ച് ആയത്. അവിടെ തൊട്ടാണ് ചെക്കൻ മാസമായി തുടങ്ങിയതാണ് കേട്ടോ. ഫുൾ ചേഞ്ച്. എനിക്ക് കുറച്ച് തടിയെല്ലാം വെച്ചു, പിന്നെ കവിളൊക്കെ ചാടി, മുടിയൊക്കെ കുറച്ച് സെറ്റൊക്കെ ആക്കി തുടങ്ങിയപ്പോഴത്തേന് ശരിക്കും ക്യാമറ മറ്റേ ക്യാമറയിലല്ലേ? അതെ അതെ അതെ. കളറൊന്നും കൂട്ടിയില്ലല്ലോ. ഇതാണ് മെയിൻ സാധനം തന്നെ. നമ്മൾ നോക്കിയാൽ ഈ ഒരു പിക്ക് ഏകദേശം റീസെന്റ് ഒരു 3 വർഷം മുന്നേ എടുത്ത ഒരു പിക്കാ. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന പിക്കാണ് എന്റെ പ്രൊഫൈൽ പിക്ക്. ഓക്കെ അടുത്ത പിക്ക് നെക്സ്റ്റ്. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു 1 ഇയർ ബാക്ക്, 1 വർഷം മുന്നേ എടുത്തൊരു പിക്കാണ്. ഇവിടെ നിന്ന് വന്നപ്പോഴത്തേനും കംപ്ലീറ്റ് ചേഞ്ച്. ഇവള് കംപ്ലീറ്റ് ആകെ മാറിയൊരു സമയമാണ് ഇത്. പിന്നെ ഈ ഒരു പിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് സാരിയൊക്കെ എടുത്ത് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തോന്നിയ ഒരു പിക്കാണ്. അതുകൊണ്ട് ഇത് ഇപ്പോഴും ഞങ്ങൾ ഏറ്റവും കൂടുതൽ പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി അതന്നെ നല്ല ഹെയർ ഒക്കെ ഉണ്ടായിരുന്നു. പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു പിക്കാണ് കേട്ടോ ഇത്. ഇതിനിപ്പോ കുറെ കാലം കഴിയുമ്പോഴത്തേന് ഈ പിക്കിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം റീസെന്റ് ആയിട്ടുള്ള പിക്കുകളാകുമ്പോഴത്തേന് നമുക്ക് അതിന് ഭയങ്കര ഇഷ്ടം തോന്നും. അടുത്തതാണ് മെയിൻ കിഡിലെ ഫോട്ടോ. നമ്മുടെ ലൈഫിൽ തന്നെ അതെ അതെ. ഇത്രയും നമ്മൾ ഓരോ ഫോട്ടോസ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് അവസാനത്തെ പിക്ക് കാണിച്ചാൽ മുട്ടി. അതായത് അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന ആ ഒരു മൊമെന്റിലുള്ള ഒരു പിക്കാണ് കേട്ടോ. ഈ ഒരു പിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഉള്ളിൽ തട്ടി ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു പിക്കാണ്. മെമ്മറീസ് ഒക്കെ വേറെ ഒരു ടൈപ്പ്. അന്ന് ഈ ഫോട്ടോ എടുക്കുമ്പോൾ ടിൻചന്റെ കയ്യിലിങ്ങനെ കെട്ടുന്ന സമയത്ത് പെടപെടാ വിറയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഫോട്ടോ ഒക്കെ കാണുമ്പോ അത് ഓർമ്മയായിരുന്നു. വിറച്ച് അപ്പൊ ഇവള് അവിടെ കിടന്ന് ഫ്രണ്ടിൽ ഞാൻ വിറയ്ക്കുന്നതും ചിരിക്കുന്നതും ഒക്കെയാണ് ഈ ഒരു ഫോട്ടോയില് മെമ്മറി. പിന്നെ ഇതിനകത്ത് ലുക്ക് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒക്കെ ഈ ഒരു കോലമാണ്. പക്ഷെ ഈ കോലത്തിൽ നിന്നും, അതായത് ഈ നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 1 വർഷം കഴിഞ്ഞപ്പോഴും മാറ്റം ഒരുപാട് വന്നിട്ടുണ്ട് അല്ലെ. തടി വെച്ച് കല്യാണത്തിന്റെ സമയത്ത് വലിയ തടിയൊന്നും ഇല്ല, തടിയെല്ലാം മാക്സിമം കുറച്ചു. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ട് തടി വെച്ച്. അതാണ് അടുത്ത പിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെന്റ് ആയിട്ട് അല്ല, ഒരു 6 മാസം മുന്നേ എടുത്തൊരു പിക്ക്. 6 മാസം മുന്നേ എടുത്തൊരു പിക്കില് നമ്മുടെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ഈ ഒരു കാലഘട്ടത്തിലുള്ള പിക്കാണ് ഇത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാം ഇപ്പോഴും ഏകദേശം ഇപ്പോഴത്തെ ഒരു ടൈപ്പാണ്. അപ്പൊ ഇപ്പൊ ഉള്ള കാലഘട്ടത്തിലെ ഒരു പിക്കാണ് ഇത്. ഇനി ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ഇതുപോലെയാണ്. ഇത് കണ്ടോളൂ. ഓക്കെ, ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാൾ കഴിയുമ്പോഴത്തേന് നമ്മളൊരു വയസ്സന്മാർ പറ്റേ നമ്മൾ പ്രായം എത്തി വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേന് ഒരുപക്ഷെ ചിലപ്പം നമുക്ക് അന്ന് ചിലപ്പോൾ ഈ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേന് നമുക്ക് അയ്യേ ഇങ്ങനെയാണെന്ന് തോന്നുമോ, അതോ എൻ്റെ ഒരു അടിപൊളി കാലഘട്ടമാണെന്ന് ചിലപ്പോ ചിന്തിച്ചു പോകും അല്ലെ. ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അങ്ങനെ അതിനെ പറ്റിയിട്ട് നമുക്ക് അറിവില്ല, കാരണം നമ്മൾ വയസ്സായിട്ടില്ല അല്ലെ. വയസ്സായി ഏറ്റവും പ്രായമായി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോ നമുക്ക് തോന്നുന്നത് പണ്ട് എങ്ങനെയായിരുന്നു നമ്മള് സുന്ദരൻ. അതെ അതെ. ഇപ്പൊ നമ്മള് പഴയ ഫോട്ടോസ് കാണുമ്പോഴത്തേന് അയ്യേ ഞാൻ ഇങ്ങനെയായിരുന്നോ ചിന്തിക്കും. ഇനി കുറെ നാൾ കഴിയുമ്പോ വയസ്സാകുമ്പോഴേക്ക് ശരിക്കും നമ്മളെ വീണ്ടും അതിലേക്ക് ചിന്തിച്ചു പോവായിരിക്കും. അങ്ങനത്തെ പോവായിരിക്കും, നമുക്ക് അറിയത്തില്ല. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഒന്ന് പറയണം. ബ്യൂട്ടിയാണ്, സുന്ദരനാണ്. അതെ, സുന്ദരിയാണ്. ഇപ്പൊ
കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഈ ലുക്ക് പോകുന്നതിനനുസരിച്ച് നമ്മൾ അയ്യോ വയസ്സായി തുടങ്ങി പറഞ്ഞു തുടങ്ങും. പക്ഷെ പഴയ ഫോട്ടോസിനോട് നമ്മൾ അയ്യേ എന്റെ പോലെ ഇങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. നമ്മള് പണ്ടത്തെ നടനായിരുന്നു. നീ എന്താ പറഞ്ഞു ഉദ്ദേശിച്ചത്? പണ്ട് നമ്മളും സൂപ്പർ ആയിരുന്നു, ഇന്നത് കാണുമ്പോഴത്തേന് വളരെ മോശമായി തോന്നുന്നുണ്ട്. ഓക്കെ, എനിവേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് ഓരോ ഫോട്ടോ കാണുമ്പോഴും പലർക്കും തോന്നുന്ന സംഭവങ്ങൾ അല്ലെ. പഴയ ഫോട്ടോസ് നമ്മുടെ ഫോട്ടോസ് ഒക്കെ കാണുമ്പോഴത്തേനും എനിക്ക് ഇപ്പോഴത്തെ കോലം കാണുമ്പോഴത്തേനും അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. പഴയ ഫോട്ടോസ് കാണുമ്പോഴത്തേനും കുറച്ച് ഏറ്റവും പഴയ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ, ഞാൻ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. എന്നാ അതിനെ പറ്റിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ചുമരിലുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് ഞാനത് മാറ്റിച്ചു. പക്ഷെ അതായിരുന്നു എന്റെ ഏറ്റവും കിടിലനായിട്ടുള്ള ഫോട്ടോ. ഇതിപ്പോ ഞങ്ങളുടെ രണ്ടുപേരും ഫോട്ടോ ആയതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയത്. അത് വേറെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഫോട്ടോസ് ഒക്കെ വരുമ്പോഴേക്ക് കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തേക്ക് നിർത്തുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും